എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിരിഞ്ഞു പോയ പാൽ വെച്ചിട്ട് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1.5 ലിറ്റർ പാൽ തിളപ്പിച്ചാണ് കേട്ടോ. ഇത് കറണ്ട് ഇല്ലാതിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പാൽ തിളപ്പിച്ചപ്പോഴേക്കും അതങ്ങ് പിരിഞ്ഞു പോയി. എന്നിട്ട് പിന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് ഡപ്പയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതാണ് ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുന്നത് കേട്ടോ. ഞാനൊരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് തീ അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുമ്മാ അതൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് കണ്ടോ, നല്ലപോലെ ചൂടായി ഒന്ന് തിളയ്ക്കാനൊന്ന് തുടങ്ങുമ്പോഴേക്കും ദാണ്ട് ഈ ഒരു പരുവത്തിലാകും കേട്ടോ. ആ പാലിൻ്റെ ഇതെല്ലാം കൂടി അങ്ങ് കട്ടയായിട്ട് വന്നിട്ട് വെള്ളം മാറി അങ്ങ് വരും കേട്ടോ. ഇത് ഇളക്കി കൊടുക്കരുത്. ഞാനിതിങ്ങനെ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ കട്ടയായിട്ടുള്ള ഭാഗം ഇങ്ങനെ മാറ്റി വിട്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി വരുന്ന ഈ സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഈ വെള്ളം നമുക്ക് കളഞ്ഞെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ഗ്യാസ് ചിലവായി പോകും. അതുകൊണ്ടാണേ. അപ്പോൾ ഇങ്ങനെ ഈ ഒരൊറ്റ കട്ടയായിട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാനതങ്ങനെ ചുമ്മാതെ ഇത് കണ്ടോ ഞാൻ എങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കുന്നത് വാഷ് ബേസിലേക്ക് ടാപ്പ് തുറന്നിട്ടിട്ടേ ചുമ്മാ ഈ തിളച്ചിരിക്കുന്ന വെള്ളം ആയതുകൊണ്ടാണ് ടാപ്പ് തുറന്നിട്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുമ്മാ വെള്ളം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് ഇങ്ങനെ ഒറ്റ കട്ടയായിട്ട് കിട്ടാതെ വേറിട്ടാണ് കട്ടകൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം അപ്പോൾ ആ വെള്ളം അങ്ങ് ഊർന്ന് പൊക്കോളുമല്ലോ. ഞാനിത് പരമാവധി ഇങ്ങനെ ഊറ്റിക്കളയാൻ പറ്റാവുന്നത്രേ അങ്ങനെ അങ്ങ് ഊറ്റിക്കളഞ്ഞ് പിന്നെ ഒരു തവി വെച്ച് തടഞ്ഞൊക്കെ വെച്ചിട്ട് ബാക്കിയും കൂടെ അങ്ങ് എടുത്ത് കളഞ്ഞ് പിന്നെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു അത് തവിയും കൊണ്ട് ഇച്ചിരി ഒന്ന് കോരിയൊക്കെ കളഞ്ഞ് അങ്ങനെ പരമാവധി നമുക്ക് എന്തുമാത്രം വെള്ളം കളഞ്ഞെടുക്കാവോ അത്രയും വെള്ളം അങ്ങ് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് സ്റ്റവിൽ കൊണ്ടുവച്ചിട്ട് ഞാനുണ്ടല്ലോ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് മൂടി വെക്കുകയൊക്കെയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് വേറെ പണിക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ പണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീ ഇച്ചിരി കൂടെ കൂട്ടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ല അടി പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ നേരത്ത് ദാണ്ട് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കണം കേട്ടോ. എന്നാലല്ലേ ഈ കട്ട ഉടഞ്ഞ് കിട്ടുള്ളൂ. നമുക്ക് ഈ കട്ട നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. അങ്ങനെ ഒരുവിധം കട്ടയൊന്ന് ഉടച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മധുരം വേണമെന്ന് തോന്നിയേ. അതുകൊണ്ട് പിന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പിന്നെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് കുറച്ചൊന്ന് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന ആ ഒരു ഇത് വന്നപ്പോഴേക്കും ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിന്ന് ഇളക്കാൻ പറ്റിയവരാണെങ്കിൽ തീ കൂട്ടി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം, കൈവിടാതെ ഇളക്കണം അങ്ങനെയാണെങ്കിൽ. അല്ലാതെ വേറെ പണിക്ക് പോകേണ്ടവരൊക്കെയാണ് പതുക്കെ ഇളക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തതാണ്ട് ഈ പിരിഞ്ഞ പാലിൻ്റെ കൂട്ടത്തിൽ ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് പഞ്ചസാരയും നെയ്യും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൂടാതെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സംഭവത്തിൻ്റെ കളറൊക്കെ ഇവിടെ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാമെന്ന് വിചാരിച്ച് മാറിപ്പോകരുത് കേട്ടോ. അത് പെട്ടെന്ന് അടി പിടിക്കും, കരിഞ്ഞു പോകും കേട്ടോ. ഈ ഒരു കളർ ആയിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നവരാണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയേക്കുക, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കണ്ട് അതിൻ്റെ ചെറുതായിട്ട് കരിഞ്ഞത് ഞാനൊന്ന് തിരിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതങ്ങ് അടി പിടിച്ചു. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്കിത് ഇളക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസ് അങ്ങനെ എന്തെങ്കിലും ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാമെന്ന്. പിന്നെ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ ഈ ഡ്രൈ ആയി വരുമ്പോഴേക്കും ഇതിൻ്റെ കളർ അങ്ങ് മാറി വരുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരും. അതുകൊണ്ട് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് നല്ല ഡ്രൈ ആയി വരുമ്പോഴേക്കും
നമുക്കിത് ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് പിന്നെയും കരിഞ്ഞു പോവുമേ. ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതങ്ങ് നിരത്തി വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങ് പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളുമല്ലോ. ഇത് ചൂടോടെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയല്ല ചൂടോടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുവാണെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുക കേട്ടോ. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. അത് സ്പൂണും കൊണ്ട് കോരി കഴിക്കാൻ ഇവിടെ പിള്ളേർക്കാണെങ്കിലും ഞങ്ങൾക്ക് വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ പാല് പിരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അത് ചുമ്മാ കളയാതെ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ കഴിക്കണമെന്നേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ.